അവിടുന്ന് പടച്ചവനോട് തർക്കിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന ശപിക്കപ്പെട്ട ശൈത്താൻ ലഅനത്തുല്ലാഹി അലൈഹി. ആ ഇബ്ലീസ് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഇബ്ലീസിനോട് ചോദിച്ചു, നീ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരഞ്ഞുപോയിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ കരച്ചലല്ല. ഇബ്ലീസ് തന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ പിഴപ്പിച്ച് കഴിയുമ്പോൾ, ഒരു മനുഷ്യനെ നരകത്തിന്റെ അവകാശിയാക്കി കഴിയുമ്പോൾ, ഒരു മനുഷ്യനെ കൊണ്ട് പാപങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരാളെ കൊണ്ട് ജീവിതത്തിൽ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ ഇബ്ലീസിന് വല്ലാത്ത സന്തോഷമാണ്. ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയം അവന്റെ അടുക്കൽ പോയിരുന്നു വഞ്ചിക്കുന്നതിന് വേണ്ടി, അവനെ ചതിക്കുന്നതിന് വേണ്ടി, അവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതെ അവനെ കാഫിറായി മരിപ്പിക്കുന്ന ഒരവസ്ഥ കാണുമ്പോൾ ഇബ്ലീസിന് വലിയ സന്തോഷമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സന്തോഷിക്കുന്ന ഇബ്ലീസ് തന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനോട് ശപിക്കപ്പെട്ട ഇബ്ലീസ് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലാതെ കരഞ്ഞുപോയ 4 അവസരമുണ്ട് നബിയേ. ഇബ്ലീസ് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നത്, എന്റെ ജീവിതത്തിൽ വല്ലാതെ കരഞ്ഞുപോയ, ഇബ്ലീസ് നെഞ്ചുപൊട്ടിയിട്ട് പേടിച്ചു വിറച്ച് കരഞ്ഞുപോയ 4 അവസരമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒന്നാമതായി ചോദിക്കുന്നു, നീ വല്ലാതെ കരഞ്ഞുപോയ, നിന്റെ ഹൃദയം പൊട്ടുന്ന രീതിയിൽ ദുഃഖം താങ്ങാൻ കഴിയാതെ നീ കരഞ്ഞുപോയ അവസരമേതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ ഇബ്ലീസ് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നാമത് വല്ലാതെ പേടിച്ച് കരഞ്ഞുപോയ സമയമേതെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുകയാണ്. പടച്ച റബ്ബ് ആദമിനെ സ്വന്തം കൈകൊണ്ടാണ് അല്ലാഹു സൃഷ്ടിച്ചത്. ആദ്യമായിട്ടൊരു മനുഷ്യനെ പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ട് ആ ആദമിന് റൂഹ് കൊടുക്കുകയാണ്. ആ ആദമിന് അല്ലാഹു എല്ലാം പഠിപ്പിച്ചു കൊടുത്തു, ഒരുപാട് അറിവുകൾ പറഞ്ഞു കൊടുത്തു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹു പ്രവാചകനുണ്ടല്ലോ, അല്ലാഹു അവിടുന്ന് അള്ളാന്റെ റസൂല് പറയുകയാണ്, അവിടുന്ന് എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു മലക്കുകളോട് ആദമിന് സുജൂദ് ചെയ്യാൻ, ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ എല്ലാ മലക്കുകളും സുജൂദ് ചെയ്യുകയാണ്. പക്ഷേ ഇബ്ലീസ് ഉണ്ടല്ലോ, മലക്കുകളുടെ ഉസ്താദാണ്, ഏറ്റവും ഉയർന്ന പദവിയിലുണ്ടായിരുന്ന ഇബ്ലീസ് ഉണ്ടല്ലോ, ഇബ്ലീസ് അവിടെന്ന് പറയുന്നു, ഞാൻ സുജൂദ് ചെയ്യില്ല. കാരണം ആദമിനെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാണ്, എന്നെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തീയിൽ നിന്നാണ്. ഇബ്ലീസ് പറയുന്നു, ഞാൻ ആദമിനെക്കാളും മഹത്വമുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ അല്ലാഹുവേ സുജൂദ് ചെയ്യില്ലെന്ന് പറയുമ്പോൾ അവസാനം അല്ലാഹു പറയുന്നത് അനുസരിക്കാതെ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു ഇബ്ലീസിനെ ശപിക്കുകയാ. എടാ നശിച്ചവന്, എടാ ലഅനത്താക്കപ്പെട്ടവന്, അല്ലാഹു അവിടുന്ന് ശപിച്ചപ്പോ മുത്തുനബി അവിടുന്ന് പറയുന്ന സ്വഹാബാ, ഇബ്ലീസ് പേടിച്ചു മൂത്രമൊഴിച്ചു പോയി. കാരണം ആരാണ് ശപിക്കുന്നതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സഹിക്കാൻ കഴിയുമോ? നമ്മുടെ ഉമ്മയോ നമ്മുടെ ഉസ്താദന്മാരോ ആരെങ്കിലും നമ്മളെ ശപിക്കുന്നത് നമുക്ക് താങ്ങാൻ കഴിയില്ലല്ലോ. പക്ഷേ ഇബ്ലീസിനെ ശപിച്ചതാരെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവൻ വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, അവനെ ശപിച്ചപ്പോ അവൻ വല്ലാതെ കരഞ്ഞു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇബ്ലീസ് തന്റെ ജീവിതത്തിൽ കരഞ്ഞ ഒന്നാമത്തെ അവസരം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മളിൽ പലർക്കും അങ്ങനെ ഒരു തോന്നലുണ്ട്. ആ തോന്നൽ ജീവിതത്തിൽ പാടില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് തോന്നൽ? ചില വാക്കുകൾ പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ചില വാചകങ്ങൾ പറയാൻ പാടില്ല. നമ്മുടെ സംസാരങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില വാചകമുണ്ട്. ഒന്ന്, ഞാൻ, അല്ലേ? ഞാൻ, അത് സാധാരണ വാക്കല്ല, അത് അഹങ്കാരത്തിന്റെ വാക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ, അല്ലേ? ഞാൻ ആരാടാ? പള്ളിയുടെ പ്രസിഡന്റ്, അല്ലേ? ഞാനാരാ? പള്ളിയുടെ സെക്രട്ടറി. ഞാനാരാ? പായിപ്പാട് പള്ളിയിലെ ഖതീബ്. നമുക്ക് ചില തോന്നലുണ്ട് ഞാനെന്ന്, ഇതല്ലേ? ഇബ്ലീസും അത് തന്നെയാ ചോദിച്ചത്. ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന്, എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്ന്.
ഞാൻ എങ്ങനെ ആദമിന് സുജൂദ് ചെയ്യും? വേണമെങ്കിൽ എന്റെ കാലിൽ വന്ന് വീഴട്ടെ, എന്റെ മുന്നിൽ സുജൂദ് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ചിന്ത ഇബ്ലീസിന് വന്നു. അവൻ അള്ളാഹു ശപിച്ചു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ ശാപം, ചിലരുടെ ശാപങ്ങൾ വല്ലാതെ ഭയപ്പെടണം. ചിലരുടെ ശാപങ്ങൾ നമ്മൾ വല്ലാതെ ഭയപ്പെടണം. അങ്ങനെ ശപിക്കാൻ പാടില്ലെന്ന, സത്യത്തിൽ ശപിക്കാൻ പാടില്ല. ചില ഉമ്മമാരുടെയൊക്കെ ശാപം കേട്ടുകഴിഞ്ഞാൽ വല്ലാത്ത ശാപ. ചില ഉമ്മമാരുടെ ഈ മക്കളെ ശപിക്കുന്ന ഉമ്മമാർ, മാതാപിതാക്കൾ, മക്കളെ ശപിക്കുന്ന മാതാപിതാക്കളുണ്ട്. വല്ലാത്ത ശാപം. ഒരിക്കലും ശപിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലരുടെയൊക്കെ ശാപം കിട്ടിയാൽ വല്ലാത്ത പ്രയാസമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ശപിക്കാറുണ്ട്. പെണ്ണുങ്ങൾ ഒരിക്കലും മക്കളെ ശാപത്തിന്റെ കാര്യം പോകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയ ബഹുമാന്യനായ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, അള്ളാഹു ഇവിടുത്തെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഞാനൊരിക്കൽ ഉസ്താദിന്റെ അടുക്ക പോയി, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കൽ ഞാനിങ്ങനെ ഉസ്താദിന്റെ അടുക്ക സുബഹിന്റെ സമയത്ത് ഇങ്ങനെ പോയി. വലിയ കാര്യവാസുവിന് തിരക്കൊന്നും ഉണ്ടാവില്ല സമയത്ത്. അങ്ങനെ സുബഹിന്റെ സമയത്ത് എത്തിപ്പറ്റ ഉസ്താദിന്റെ ചാരത്ത് ഇങ്ങനെ നിസ്കാരമൊക്കെ ജമാഅത്തായി കഴിഞ്ഞു. ഉസ്താദിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉസ്താദിന്റെ അടുക്കൽ ഒരു ഉസ്താദ് വന്നു. ഒരു ഉസ്താദ്, പള്ളിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദ് കടന്നു വന്നു. എത്തിപ്പറ്റ ഉസ്താദിന്റെ അടുക്ക വന്നിരുന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, എന്റെ മോന് ഭയങ്കര കുരുത്തക്കേടാവുന്നു, ദുആ ചെയ്യണം. കേൾക്കണം എല്ലാരും, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, ഓരോ വാപ്പമാരും ഓരോ ഉമ്മമാരും വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബഹുന്ദനായ ഉസ്താദ് അവർ അവിടെ പറഞ്ഞു, ഉസ്താദിനോട് പറയാ, എന്റെ മോൻ, നമ്മളൊക്കെ പറയാറില്ലേ, ഭയങ്കര കുരുത്തക്കേടാ ഉസ്താദെ, പറഞ്ഞ അനുസരണയില്ല ഉസ്താദ്, ബുദ്ധിയില്ല ഉസ്താദെ, മന്ദബുദ്ധിയ ഉസ്താദെ. ആരെ കുറിച്ച്? സ്വന്തം മക്കളെ കുറിച്ച്. ഞാനും നിങ്ങളും പറയാറുണ്ട്, നമ്മുടെ അല്ലാഹു നമുക്ക് വരദാനമായി തന്ന, അമാനത്തായി തന്ന, നമ്മുടെ കണ്ണിന് കുളിർമയുള്ള നമ്മുടെ മക്കൾ. ആ മക്കളെ വെച്ചിട്ടാ നമ്മൾ പറയുന്നത്, ഇവൻ അനുസരണയില്ലാത്തവനാ, ഇവൻ കുരുത്തം കെട്ടവനാ, പറഞ്ഞ അനുസരിക്കത്തില്ല, ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മക്കളെ സ്വന്തം മാതാപിതാക്കൾ തന്നെ പറയാറുണ്ട്. ആ സമയത്ത് ബഹുനിനായ ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ അവന്റെ വാപ്പയാ, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ ആ കുട്ടിയുടെ വാപ്പയാണ്, നിങ്ങളുടെ നാവ് കൊണ്ട് അങ്ങനെ പറയരുത്. നിങ്ങൾ ആ പറയുന്ന സമയത്തെങ്ങാണം അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ എന്ന് പറഞ്ഞാൽ അവൻ അനുസരണക്കേട് കാണിക്കുന്നവനായി പോകും. അതുകൊണ്ട് നിങ്ങൾ പറയില്ലേ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാന്യനായ അത്തിപ്പറ്റ ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എത്രയോ സത്യമുള്ള വാക്കുകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അങ്ങനെ പറയാറുണ്ട്. ഇതൊക്കെ അവസാനം നമ്മുടെ മക്കൾ അതവർക്ക് ശാപം പോലെ ഇറങ്ങുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു അവിടെ ഇബ്ലീസിനെ ശപിക്കുകയാണ്. ആ ശാപം കേട്ടപ്പോഴാണ് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് കരഞ്ഞു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, രണ്ടാമത്തെ അവസരം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ, ഒരാൾക്കും ചിന്തിക്കാൻ കഴിയാത്ത, എത്ര വലിയ ബുദ്ധിയുള്ളവനാണെങ്കിലും അവനൊരിക്കലും ഊഹിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ഊഹിക്കാൻ കഴിയില്ല, അളക്കാൻ കഴിയില്ല. കാരണം സ്വർഗ്ഗം അത്ര വിശാലമാണ്. അള്ളാന്റെ സ്വർഗ്ഗം വല്ലാത്ത വിശാലമാണ്. എത്ര വാഴ പറഞ്ഞാലും അത് നമുക്ക് തിരിയില്ല. ഇത് പറഞ്ഞത് ഞാനല്ല, അള്ളാഹ് തന്നെയാ പറഞ്ഞത്. സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകില്ല. കാരണം സ്വർഗ്ഗം അത്രയും വിശാലമാണ്. അതിനകത്ത് അല്ലാഹു അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയല്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീ ഒരു പാസുതാ മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. ഇതാണ് അള്ളാഹുവിന്റെ സ്വർഗ്ഗം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര പറഞ്ഞാലും തിരിയൂല. പണം കൊടുത്താൽ വാങ്ങാൻ പറ്റുമോ? അള്ളാഹുടെ മുന്നിൽ പോയിട്ട് 50 കോടി തരാൻ പടച്ചവനെ സ്വർഗം താന്ന് പറഞ്ഞാൽ പറ്റുമോ? അള്ളാഹുടെ മുന്നിൽ പോയി യാചിക്കാനേ പറ്റൂ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ